അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുയുടെ മഖാമുകളിലെയാണ് നമ്മൾ പോയത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ മഖാം താനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേരുന്ന മശായിഖന്മാരുടെ സിൽസിലയിലൂടെ കടന്നു പോകുന്ന മഹാനവറുകൾ നഖ്ശബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അഹമ്മദ് സൂഫി റളിയല്ലാഹു അൻഹു 33ാമത്തെ പരമ്പര. അതിൽ നിന്ന് 34ാമത്തെ ഷെയ്ഖ് പരമ്പരയിലെ 34ാമത്തെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമാണ് ഖാദിരി, ചിശ്തി, നഖ്ശബന്ദി മശായിഖന്മാരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ കുട്ടിക്കാലം മുതൽ സന്ദർശിക്കുന്ന ഒരാളാണ്. മഹാത്മാക്കളെ സ്നേഹിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ആത്മാവിന് ഒരു വെളിച്ചം കിട്ടാണ്. ശരീരം മണ്ണാവുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ടുമ്പോഴും ഭൂമിയിൽ ജീവിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്ന മക്ബറകൾ. കൽബിൻ്റെ കറകളും മറകളും നീങ്ങി കണ്ണാടി പോലെ തിളങ്ങുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ അവർ മരിച്ചിട്ടില്ല എന്ന് കാണാനും അറിയാനും കഴിയൂ. അല്ലാത്തവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാ. ഓരോ ആത്മാവും റബ്ബിൻ്റെ കൽപ്പനയാണ്. അതിന് റബ്ബിനെ അറിയാനുള്ള വഴി കാണിച്ചു തരുന്നത് ഗുരുക്കന്മാർക്ക് മാത്രമേ കഴിയൂ. അതിന് നാം ഗുരുവിനെ കണ്ടെത്തണം. ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ നാം കണ്ടെത്തൽ അനിവാര്യമാണ്. മുറബ്ബിയാക്കളിലുണ്ട് മുഹമ്മദ് തെളിവുണ്ട്, മുഹബ്ബത്തിനിറവാർന്ന ഗുണങ്ങളുണ്ട്. മുറബ്ബിയാക്കളിലുണ്ട് മുഹമ്മദ് തെളിവുണ്ട്, മുഹബ്ബത്തിനിറവാർന്ന ഉറവയുണ്ട്. എങ്ങും മുസമ്മിലരായൻ്റെ ഷെയ്ഖിലുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ആ ഒരു ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയുമായിട്ട് വരും ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വളരെ ശാന്തമായൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ആ മസ്ജിദ് നിലനിൽക്കുന്നു. ആ പള്ളിക്കുളം നല്ല രസമുണ്ട് കാണാൻ. അതിൽ പരൽമീനുകൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. ആ കുളത്തിൽ നിന്ന് നല്ല തണുത്ത വെള്ളം, വുളുവൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ആരുമില്ല, നല്ല ഏകാഗ്രതയോടുകൂടി ആ പള്ളീൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനൊക്കെ വളരെ ഉഷാറാണ്. ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ പള്ളികളൊന്നും കാണില്ല. പ്രാവുകൾക്ക് പോലും കൂട് കൂട്ടാൻ പേടിയാണ്. ഇപ്പോഴത്തെ കാണുന്ന ഓരോ കോൺക്രീറ്റിൻ്റെ ബിൽഡിങ് പോലത്തെ ഓരോ സംഭവങ്ങൾ. ഇങ്ങനത്തെ പഴയ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ നല്ല ഒരു ഏകാഗ്രത കിട്ടും. നല്ല
ഏതായാലും നല്ല അവസരം കിട്ടിയാൽ ആ ഭാഗമൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക. താന്നൂർ കടപ്പുറം അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോന്നാൽ ഇടത്തോട്ട് റോഡുണ്ട്. ആ റോഡിന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഈ മക്കബറ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സിയാറത്തിനൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ആണ്. പിന്നെ പലരും പല അഭിപ്രായക്കാരുണ്ടാവും, ഒന്നും നമ്മൾ നോക്കണ്ട, ഇവർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ.